ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വർക്ക്, അതായത് പുതിയ വർക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ജോലിക്ക് പോയ ശേഷം കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ, അവരൊന്നും എഴുന്നേറ്റിട്ടില്ല. നേരത്തെ പോകുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ ഒരു പണിയില്ല കേട്ടോ. നമ്മൾ പാത്രം കഴുകലും അതുപോലെ തന്നെ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച ശേഷമാണ് കേട്ടോ രാവിലെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. അതായത് വീഡിയോ ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. വർക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾ എഴുന്നേറ്റിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പുതിയ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത വർക്കൊക്കെ, ഇതിൻ്റെ വർക്കൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സെയിം മോഡലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുമ്പ് ചെയ്ത മെറ്റീരിയൽ അതേപോലെ തന്നെയാണ് കേട്ടോ. അതായത് സെയിം റയോൺ മെറ്റീരിയൽ XXL സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ആക്കി ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ ബട്ടൺസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടൺസ് തന്നിട്ടുണ്ട്. അതുപോലെ ഞാനിതാ 10 പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്കൊരു ഹാർട്ടോ സ്മൈലി ആയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. അപ്പോൾ നമ്മൾ ബട്ടൺസ് ചെറുതും വലുതും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്ക് ടോപ്പുകൾ വെച്ച് കൊടുക്കാം, തുന്നി കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് ചെയ്ത വർക്കിലൊക്കെ നെക്കിലും അതുപോലെ സ്ലീവ്സിലും ടോപ്പിൻ്റെ താഴ്വശത്തൊക്കെ വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മോഡൽസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് അത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ കിട്ടുമ്പോൾ, അതും സിമ്പിളായിട്ട് നമ്മൾ റയോണിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്കിത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കായിട്ടാണ് കേട്ടോ തോന്നുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമുക്ക് സാധിക്കുന്ന അത്രത്തോളം അല്ലെങ്കിൽ ആരോഗ്യമുള്ളിടത്തോളം നമ്മൾ അധ്വാനിച്ച് തന്നെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുക എന്നത്. പക്ഷേ ഓരോ സാഹചര്യങ്ങളും അവസ്ഥകളും കൊണ്ട് നമ്മൾ എത്ര തന്നെ മനസ്സിനെ പാകപ്പെടുത്തിയാലും നമുക്ക് ഒരാളെ ചില സമയത്ത് ആശ്രയിക്കേണ്ടി വരില്ലേ, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അധ്വാനിച്ച് സേവിങ്സ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ അവസ്ഥ വരില്ല കേട്ടോ. വരില്ലെന്ന് നമുക്ക് തീർത്തും പറയാനാവില്ല. അതായത് കാലം മാറുന്തോറും നമുക്ക് ഈ പറയുന്നത് പോലെ അവസ്ഥകൾ എങ്ങനെയാണ് മാറുക, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് മറ്റുള്ളവൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം മാക്സിമം നമ്മൾ തന്നെ സ്വയം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക കേട്ടോ. നമ്മളൊന്നും സമ്പാദിക്കാണ്ട് കൈയും മടക്കി പിടിച്ചിട്ട് വീട്ടിൽ തന്നെ മിണ്ടാതിരിക്കുന്ന ഓരോ നമ്മുടെ കാലങ്ങളും പിന്നീട് നമുക്ക് വലിയ നഷ്ടത്തിലേക്കായിരിക്കും എത്തുക. അപ്പോൾ നമുക്കൊക്കെ എപ്പോഴുള്ള പ്രാർത്ഥനയായിരിക്കില്ലേ, നമുക്ക് പഠിച്ചവനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരല്ലേ എന്ന്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാമല്ലേ. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ എന്തായാലും തീർച്ചയായും ഉണ്ടാകില്ലേ. ചിലർക്ക് സമ്പത്ത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലർക്ക് രോഗങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് കുട്ടികളില്ലാതെ ഈ ലോകത്ത് വിഷമിക്കുന്ന എത്ര പേരുണ്ട്, അതുപോലെ വിഷമിക്കുന്നവരുണ്ടാവും. അപ്പോൾ മറ്റുള്ളവരുടെ കാണുമ്പോൾ നമുക്കുള്ള പരീക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എത്രയോ ചെറുതാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മാറട്ടെ കേട്ടോ. നമുക്ക് സുഖവും സമ്പത്തും അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും മണ്ണിൽ തികഞ്ഞവരാരുണ്ട് എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും ഓരോന്ന് ചിന്തിക്കുക കേട്ടോ. കാരണം എല്ലാതും ഈ പറയുന്ന പോലെ തികഞ്ഞവരായിട്ട് മണ്ണിൽ ആരും തന്നെ ഇല്ല കേട്ടോ. മനുഷ്യ ജീവിതമാണ്, തീർച്ചയായും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ബാധ്യതകളും പ്രാരാബ്ദങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് ചങ്കൂറ്റത്തോടു കൂടി നമ്മളെ കൊണ്ട് എല്ലാം നികത്താൻ സാധിക്കും. നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ നിമിഷവും ചെലവഴിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്ന്, പറഞ്ഞാൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരിക്കലും നിറവേറാൻ പോകുന്നില്ല.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് നിറവേറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ന് കാണുന്ന ഓരോരുത്തരും ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ അവർ ഓരോന്നിലും സക്സസ് ആയത് അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അതിന് വേണ്ടിയിട്ട് പുറപ്പെടുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഏതൊരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറയട്ടെ. ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഗർഭിണിയാണ്, ഇല്ലെങ്കിൽ എനിക്ക് പാൽ കൊടുക്കുന്ന കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ മൂത്ത മോൾ ഉണ്ടായപ്പോൾ തന്നെ ഒരുപാട് അതുപോലെ ആലോചിച്ചിരുന്നിട്ട് വർഷങ്ങൾ പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മോൻ ഉണ്ടായ ശേഷമാണ് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് പുറത്ത് പോയി ഇറങ്ങി അന്വേഷിച്ച് ചെയ്താലാണ് വല്ലതും നടക്കുള്ളൂ എന്ന് കരുതിയിട്ട് മാത്രമാണ് ആഗ്രഹിച്ചിട്ടും അതുപോലെ പ്രയത്നിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ ഇന്ന് എത്തി നിൽക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നെ ചിലരുണ്ടാവും ചെറിയ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവർ. കാരണം ആ കാരണത്തിൽ പിടിച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാതിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചിന്തിച്ചിട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ നശിക്കുകയുള്ളൂ കേട്ടോ. കാരണം അങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുന്ന ഓരോ സമയവും നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു പതർച്ച അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച സംഭവിക്കുമ്പോഴത്തേനും ചടഞ്ഞുകൂടി ഇരിക്കാണ്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. നമുക്ക് വരുന്ന ഓരോ പരാജയങ്ങളും അത് 1 2 ആയിക്കോട്ടെ, എത്ര പരാജയങ്ങൾ വന്നാലും നമുക്കതൊരു ഊർജ്ജമാണ് കേട്ടോ. പോസിറ്റീവായിട്ട് വീണ്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പുതിയൊരു ഊർജ്ജം ഇല്ലെങ്കിൽ പുതിയൊരു എനർജി ആയിട്ട് നമ്മളത് കണക്കിലാക്കണം. കാരണം ഓരോ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിജയത്തിലേക്ക് നമുക്ക് വീണ്ടും കുതിച്ചുയരാൻ വേണ്ടി തോന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാൻ എത്ര പരാജയപ്പെട്ടിട്ടുണ്ടെന്നറിയോ ഓരോ കാര്യങ്ങൾക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഈ ഓൺലൈനായിട്ടുള്ള ജോബുകളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിന്തിച്ചിരുന്നത് കൊണ്ട് മാത്രമല്ല എനിക്കിത് ലഭിച്ചത്, ഞാൻ പ്രയത്നിച്ചത് കൊണ്ടും കൂടിയിട്ടാണ് എനിക്കിത് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് കേട്ടോ. ഇതൊക്കെ ചെയ്താൽ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ലക്ഷാധിപതി ആകാം, ഇല്ലെങ്കിൽ വലിയ വീട് ബംഗ്ലാവ് കണ്ടിട്ടൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയെ വേണ്ട കേട്ടോ. കാരണം എല്ലാതുകൊണ്ടും ഈ പറയുന്ന ചെറുകിട ബിസിനസ്സൊക്കെ ഉണ്ടാകുമല്ലോ, അത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോബുകളിലൊന്നും വലിയ ലാഭവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നിത്യജീവിതം കഴിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വരുമാനം അത്രമാത്രം. അതാണ് മുമ്പ് പറഞ്ഞത്, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ജോബ് കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു പണി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഹോൾസെയിൽ ഷോപ്പുകളിൽ ഒന്ന് പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീട് കാണിച്ചു കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കുകളുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് അന്വേഷിച്ച് നോക്കുക. പിന്നെ ഇതാ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു പൂച്ചയുണ്ട് കേട്ടോ. ആ പൂച്ച പെറ്റ് കിടക്കുകയാണ്. നമ്മുടെ ഉമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലാണ് കേട്ടോ പെറ്റ് കിടക്കുന്നത്. ഒരു 3 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ വീഡിയോ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തന്നതാണ്. ഈ പൂച്ച നമ്മൾ വളർത്തുന്നതൊന്നും അല്ല, ഡെയിലി ഇതുപോലെ വന്നു പോകുന്ന ഒരു പൂച്ചയാണ് കേട്ടോ. അതിനും കൊണ്ട് ഒരു ശല്യവും ഇല്ല. അപ്പോൾ വിചാരിച്ചു അത് മിണ്ടാതെ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.